ഹായ് എവരിവൺ. ഞാൻ ഇംഗ്ലീഷിൽ അടുത്തിടയ്ക്ക് കണ്ട സീരീസുകളിൽ എനിക്ക് വൺ ഓഫ് ദി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് ടുൾസ കിങ്. സിൽവസ്റ്റർ സ്റ്റലോൺ ആണ് അതിന്റെ മെയിൻ ലീഡായിട്ട് വന്നിരിക്കുന്നത്. അതിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 years ആയിട്ട് ജയിലിലുള്ള ഒരു ന്യൂയോർക്കിലെ മാഫിയയിലുള്ള ഒരാൾ റിലീസ് ആവുന്നു. അപ്പം റിലീസ് ആയി കഴിയുമ്പോഴത്തേക്കിനും ഈ പുള്ളിക്കാരൻ ഒരു അവർക്കൊരു ത്രെട്ട് ആണല്ലോ എന്ന് ഓർത്ത് ഇവർ പുള്ളിക്കാരനെ നൈസായിട്ട് ടുൾസ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നാട് കടത്തും. എന്നിട്ട് പുള്ളിയോട് പറയും ആ ഒരു ഏരിയ പുള്ളി നോക്കിക്കോ, അവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം പുള്ളി ബിൽഡ് ചെയ്തെടുത്ത് റെഡിയാക്കി എടുക്കാൻ പറയും. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ ഈ സിൽവസ്റ്റർ സ്റ്റാലോണിന്റെ ക്യാരക്ടറിന്റെ പേരെന്ന് പറഞ്ഞാൽ ഡ്വൈറ്റ് മാൻഫ്രെഡി എന്നാണ്. ദ ജനറൽ എന്നാണ് പുള്ളിനെ ഇതിനകത്ത് എല്ലാവരും വിളിക്കുന്നത്. അപ്പം പുള്ളി ടൂൾസിൽ വരുന്നത് അവിടെ പുള്ളിയുടെ ബിസിനസ് എംപയർ എങ്ങനെ ബിൽഡ് ചെയ്യുന്നു, പിന്നെ അവിടെ ഓരോ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു, അവരുമായിട്ട് ബിസിനസ് ഡീൽസ് ഉണ്ടാക്കുന്നു, അതുപോലെ അവരെ അവരുടെ പുള്ളിയുടെ കൂട്ടത്തിൽ കൂട്ടുന്നു. അപ്പൊ ആ ലെവലിൽ പോകുന്ന ഒരു സ്റ്റോറിയാണ്. വളരെ സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്ത് വന്ന് അടിപൊളിയായിട്ട് പീക്കായിട്ടുള്ള മാസ് മൊമെന്റ്സ് വരുന്ന ഒരു സീരീസ് ആണ്. നമ്മളിപ്പോ ഒരു മലയാളം തമിഴ് മൂവി ഒക്കെ കാണുമ്പോൾ അതിനകത്തെ ഈ മാസ് ആയിട്ടുള്ള എലവേഷൻ സീൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുറെ സീൻസ് ഈ സീരീസിലുണ്ട്. അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി ഇടി വെടി പോക ആ ലെവലിലുള്ള ഒരു സീരീസ് ആണ്. അതായത് ചില സീൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ചില ഷൂട്ടിംഗ് സീൻസ്, ഫൈറ്റ് സീൻസ് ഒക്കെ കണ്ട് നമുക്ക് അതുപോലെ ഗൂസ്ബംസ് തോന്നിക്കുന്ന സീൻസ് ആണ്. കാരണം സിൽവസ്റ്റർ സ്റ്റാലോൺ എന്ന് പറയുന്ന ഒരു ആക്ടർ തന്നെ പുള്ളിയുടെ കരിയറിൽ ആക്ഷൻ മൂവീസ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത്. എന്നാൽ പോലും പുള്ളി ഇപ്പം റീസെന്റ് ആയിട്ട് കുറച്ച് നമ്മൾ ക്രീഡ് പോലെയുള്ള മൂവീസിലൊക്കെ വളരെ മെച്യൂർ ആയിട്ടുള്ള, വളരെ ലെറ്റ്സ് ഒരു ഗൈഡ്, അങ്ങനെ ഇപ്പം യങ്ങർ ജനറേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ലെവലിലൊക്കെയുള്ള ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പുള്ളിക്കാരന്റെ ആ ഒരു ആക്ടിങ് സ്കിൽസ്, പുള്ളിക്കാരന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, ആ ഒരു ഓറ, അതെല്ലാം കാണിക്കുന്ന ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ തുൾസ കിങ് എന്ന് പറയുന്ന സീരീസ്. അടിപൊളിയാണ്. നല്ലൊരു സ്റ്റോറി ഉണ്ട്, അതുപോലെ തന്നെ നല്ല ക്യാരക്ടേഴ്സ് ആണ്, ആക്ടേഴ്സ് എല്ലാം അടിപൊളിയാണ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതുപോലെ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ബിങ് വാച്ച് ചെയ്ത് കാണാൻ നമ്മളെ നല്ലപോലെ പ്രേരിപ്പിക്കുന്ന ഒരു സീരീസ് ആണ്. ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത് ഇതിന്റെ ലാസ്റ്റ് എപ്പിസോഡ് വരെ എത്തിയത് ഞാൻ എത്ര പെട്ടെന്ന് തീർത്തുന്ന എനിക്ക് പോലും അറിയില്ല. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരുന്നു കണ്ടതാണ്. കാരണം എനിക്ക് ഈ ആക്ഷൻ ജോണറിലുള്ള സീരീസ്, അല്ലെങ്കിൽ ഈ വളരെ മാസ എലവേഷൻ സീൻസ് ഒക്കെ ഉള്ള സിനിമസ് ഒക്കെ വളരെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ബേസിക്കലി ഒരു ലാലേട്ടൻ ഫാനാണ്, വിജയ് ഫാനാണ്. സോ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് കൂടും. അപ്പം ആ ഒരു ലെവലിലൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സീരീസ് ആണ്. ആക്ഷൻ അല്ലെങ്കിൽ ഒരു സിൽവസ്റ്റർ സ്റ്റാലോൺ ഫാനാണ്, അല്ലെങ്കിൽ ഒരു ഹോളിവുഡിലെ ഒരു മാസ് മൂവി ലവർ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുതാത്തൊരു സീരീസ് ആണ്. ഞാൻ ഇതുപോലെ ഇത്രയും ഹൈപ്ഡ് ആയിട്ടുള്ള, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സീരീസ് വേറെ അടുത്തിടയ്ക്ക് കണ്ടിട്ടില്ല. ഈ ലെവലിലുള്ള ഒരു സിനിമ കണ്ടതെന്ന് പറഞ്ഞാല് നമ്മുടെ ഗൈ റിച്ചിയുടെ ദ ജെന്റിൽമാൻ ആണ്. ഐ മീൻ റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്തത്. പിന്നെ വ്രാത്ത് ഓഫ് മാൻ ഒക്കെ. അപ്പൊ ആ ഒരു ലെവലിലുള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ് ഈ സീരീസിലും വന്നിരിക്കുന്നത്. ടോട്ടലായിട്ട് 3 സീസൺസ് റിലീസ്ഡ് ആയിട്ടുണ്ട്. ഇതിന്റെ ഒരു സ്പിൻ ഓഫ് സീരീസ് ആയിട്ട് സാമുവൽ എൽ ജാക്സനെ വെച്ചിട്ട് ഒരു സീരീസ് അവർ ഈ ഇയറിൽ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സീരീസിന്റെ 4th സീസൺ ഈ 2026 റിലീസ് ആവുന്നുണ്ട്. ഞാൻ അതും ബിങ് വാച്ച് ചെയ്ത് കാണും, 100% ഷുവർ. ഈ സീരീസ് ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് വാച്ച് ആണ്. നിങ്ങൾ ഇങ്ങനെ സീരീസ്, സിനിമയൊക്കെ ബിങ് വാച്ച് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരു സീരീസ് ആണിത്. പിന്നെ സിൽവസ്റ്റർ സ്റ്റാലോണിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് കണ്ട് നിങ്ങൾക്ക് ഗൂസ് ബംസ് 100% ഗ്യാരണ്ടീഡ് ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഈ സീരീസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കണ്ടതിന് ശേഷം ഇവിടെ കമന്റ് ബോക്സിൽ പറയാം. അതുപോലെ മൂവി റിലേറ്റഡ്, സീരീസ് റിലേറ്റഡ്, എന്റർടൈൻമെന്റ് റിലേറ്റഡ് കണ്ടന്റ്സിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ആൻഡ് ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ്. താങ്ക് യു.